അങ്ങനെ തിരുവനന്തപുരത്തെ സൊമാറ്റോയുടെ ഓണാഘോഷ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ വർഷം തിരുവനന്തപുരത്തെ സൊമാറ്റോയുടെ ഓണാഘോഷ പരിപാടി പതിവിന് വിപരീതമായിട്ട് തൊഴിലാളികളുടെ ഒരു പ്രതിഷേധമാണ് നടക്കുന്നത് എന്ന് അറിഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും അതുപോലെ തന്നെയായിരുന്നു സംഭവിച്ചത്. ഈ സ്ക്രീനിൽ കാണുന്നത് കഴിഞ്ഞ വർഷത്തെ സൊമാറ്റോയുടെ ഓണാഘോഷ പരിപാടിയാണ്. വളരെ മനോഹരമായ ഒരു പരിപാടിയാണ്. ഏകദേശം 250-ലധികം ആളുകളാണ് കഴിഞ്ഞ വർഷം സൊമാറ്റോയുടെ ഈ ഒരു ഓണാഘോഷ പരിപാടി പങ്കെടുത്തത്. ഞാനും അതിനകത്ത് പങ്കെടുത്തിരുന്ന ഒരാളാണ്. അപ്പോൾ എന്തായാലും ഈ വർഷം വളരെ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് പങ്കെടുത്തത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം അതിന്റെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും ഇതുവരെ തന്നെ ഗ്രൂപ്പുകളിലോ മറ്റൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും ന്യായമായിട്ടുള്ള അവകാശം വേതനം വർദ്ധിപ്പിക്കണം എന്ന അവകാശം മാത്രമാണ് അവർ ഇപ്പോഴും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പം സൊമാറ്റോയുടെ മാനേജ്മെന്റിനോടും അവിടുത്തെ ടീം ലീഡർമാരോടും ഒക്കെ പറയാനുള്ളത്, ഈ തൊഴിലാളികൾ നടത്തുന്ന അവിടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രമാണ് അവരുടെ ഈ പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ നടക്കുന്നത്. കൂടാതെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ വർഷം ഓടിയ ടോപ്പ് 5 ഏറ്റവും കൂടുതൽ ഓർഡർ എടുത്ത ആളുകൾക്ക് അവിടെ ആദരവ് നൽകുന്നുണ്ട് എന്നും അറിയാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ 5 പേരും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അടുത്തൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതാണ്. അത് മറ്റൊന്നുമല്ല, അവിടെ പായസവും ലഡുവും ഒക്കെ വിതരണം ചെയ്തു. അവസാനം ഈ പായസവും ലഡുവും ഒക്കെ അവിടെ പരിപാടിക്ക് വന്നിരുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അവിടെ എത്തിച്ചത്. അത് വഴിയിൽ വെച്ച് വീണ്ടും പല പല സ്ഥലങ്ങളിൽ വെച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെ അറിയാൻ കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഒരു വോയിസ് ക്ലിപ്പ് ഇതിന്റെ ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടുത്തൊരു വീഡിയോ എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും മാനേജ്മെന്റിനോട് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ തൊഴിലാളികൾ നടത്തുന്ന ന്യായമായിട്ടുള്ള അവരുടെ വെട്ടിക്കുറച്ച വേതനം നിങ്ങളൊന്ന് വർദ്ധിപ്പിച്ച് നിങ്ങളുടെ അവരുടെ വിയർപ്പ് കൊണ്ടല്ലേ നിങ്ങൾ ജോലി ചെയ്യുന്നത്. അവർ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളല്ലേ ഉന്നയിക്കുന്നത്. 5-6 വർഷമായില്ലേ. ഇനിയെങ്കിലും ഏത് മേഖലയിലാണ് പണിയെടുത്ത വേതനം വർദ്ധിപ്പിക്കാത്തത്? ഈ ഒരു മേഖലയിൽ മാത്രം പെട്രോളിന്റെ കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല. എന്തായാലും ഈ ഒരു പരിപാടിയിൽ പ്രതിഷേധ സൂചകമായിട്ട് പങ്കെടുത്ത എല്ലാ തൊഴിലാളികൾക്കും എന്റെയും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അപ്പം തൊഴിലാളികൾക്ക് എല്ലാവർക്കും വീണ്ടും എല്ലാ സൊമാറ്റോയുടെയും സ്വിഗ്ഗിയുടെയും എല്ലാ തൊഴിലാളികൾക്കും നേരുന്നു നല്ലൊരു ഓണാശംസകൾ.